ചിത്രയെ നാടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ദിലീപിന് എതിരെ സംസാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ദിലീപിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന മറ്റൊരു കൂട്ടമുണ്ട്. ദിലീപിന്റെ വിധി ദിലീപിന്റെ പണത്തിനും പവറിനും മേൽ പരുന്തും പറക്കില്ല എന്ന മെസ്സേജാണ് നൽകുന്നതെന്ന് കമന്റും ചർച്ചകളും പോസ്റ്റുകളും എഴുതി വിടുന്നവരുണ്ട്. രണ്ടാമത്തെ കാര്യം, ദിലീപ് ഇത്തരത്തിൽ ദിലീപ് ചെയ്ത ഇതിന് മനസാക്ഷിയുടെ കോടതിയിൽ അദ്ദേഹം ഉത്തരം പറയേണ്ടതുണ്ട്. പക്ഷേ സാധാരണക്കാരൻ്റെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് കേസുമായി ബന്ധപ്പെട്ട് കുറേ അധികം സംശയങ്ങൾ ഇപ്പോൾ ചിത്രയും ഞാനൊക്കെ പേഴ്സണലി സംസാരിക്കുമ്പോൾ പ്രകടിപ്പിച്ചിരുന്നു. എൻ്റെ ഭാഗം ഞാൻ പറയുന്നത് അരികവൽക്കരിക്കപ്പെട്ട അതിജീവിതയ്ക്കൊപ്പമാണ്, അവൾക്കൊപ്പം തന്നെയാണ്. പക്ഷേ ചിത്ര ഇത്തരത്തിൽ പറഞ്ഞ 2-3 സംശയങ്ങളാണ് നമ്മളെ ഈ ചർച്ചയിലേക്ക് നയിക്കുന്നത് തന്നെ. അതായത് എന്തുകൊണ്ട് ഈ ദിലീപിനെ ഈ കേസിലേക്ക് കണക്ട് ചെയ്യുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 1 തൊട്ടുള്ള 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ കിട്ടി, ചെയ്ത ആൾക്കാർക്ക് പ്രതി കിട്ടി. ദിലീപിനെ കുറ്റക്കാരനാക്കി മാറ്റണം എന്ന് രണ്ട് കൂട്ടറിൽ ഒരു കൂട്ടർ ചിന്തിക്കുന്നു. ദിലീപ് ആയിരിക്കണം 1-ാം പ്രതി എന്ന രീതിയിലുള്ള ചിന്തകൾ വന്നുകൂടുന്നു. മൂന്നാമത്തെ കാര്യം, ഈ അന്ന് രാത്രി നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അത്രയും സേഫായ വീട്ടിലേക്ക് ദിലീപ് അതിജീവിതം എത്തിച്ചേരുന്ന കാര്യം. നാലാമത്തെ കാര്യം, ദിലീപിൻ്റെ മറ്റ് പണം ഇറക്കിയിട്ട് 28ഓളം വരുന്ന സാക്ഷികളുടെ മൊഴി മാറ്റി. ഇതിലെല്ലാം തന്നെ വൈരുദ്ധ്യമുണ്ട്. ദിലീപ് രക്ഷപ്പെട്ടെങ്കിലും അതിജീവിതയ്ക്ക് ഇവിടെ നീതി കിട്ടിയിട്ടില്ല. അതിജീവിതയ്ക്ക് നീതി കിട്ടാതെ ഇതിന് പിന്നിലുള്ള ഒരു വലിയ കൈ അല്ലെങ്കിൽ ആ ബിഗ് ഷോട്ട് ഇപ്പോഴും എവിടെ ഒളിച്ചിരിക്കുകയാണെന്നുള്ള സംശയങ്ങളും പുറത്തു വരുന്നു. എന്ത് തോന്നുന്നു? അതായത് കെവിൻ ആദ്യമേ തന്നെ സംസാരിച്ചു അതിജീവിതയ്ക്കൊപ്പമാണ് എന്നുള്ളത്. അപ്പൊ ഈ ചർച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലേ പോവുള്ളൂ. അതായത് അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ തന്നെയാണ് എല്ലാരും ചിന്തിക്കുന്നത്. അതായത് ആ അതിജീവിതയ്ക്കൊപ്പം മാത്രമാണ് എന്നുണ്ടെങ്കിൽ അതിജീവിതയുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. അതിനപ്പുറം നിൽക്കുന്ന ഒരു കാര്യവും നമ്മൾ ആരും നോക്കില്ല. ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നതും. കുറെ ആളുകൾക്ക് ഇത് മാത്രമാണ് ഫോക്കസ്. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന കുറെ കാര്യങ്ങൾ അവർക്ക് ഇപ്പം അറിയാനോ അല്ലെങ്കിൽ അവർക്കത് അറിയാനോ അല്ലെങ്കിൽ ദിലീപിനെ കുറ്റക്കാരനാക്കണമെന്ന് കരുതിക്കൂട്ടി സംസാരിക്കുന്ന ആൾക്കാർക്ക് ദിലീപ് എപ്പോഴും കുറ്റക്കാരൻ തന്നെയായിരിക്കും. ഇപ്പൊ നമ്മളുടെ രണ്ടുപേരുടെയും കാര്യം തന്നെ എടുക്കാം. ഇപ്പൊ കെവിൻ ഇതിനെ പറ്റി നല്ല ധാരണയുള്ള ഒരാളാണ്. ആയിക്കോട്ടെ, അപ്പം കേസ് പഠിച്ചതിന്റെ കുറച്ച് ധാരണയുണ്ട്. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ല. സാധാരണക്കാരന്റെ ഒരു വ്യൂവിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ കെവിന് പക്ഷെ അത് സംസാരിക്കാനായിട്ടുള്ളതും അത് എന്റെ അടുത്ത് അത് ഉറച്ചു പറയാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള നല്ല ഗ്രാഹ്യമുള്ള ആളാണ്. അതായത് ഇപ്പൊ ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിലും കെവിന് ഈ ഒരു ജോലിയിലും കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടും ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും കെവിൻ ആ ഒരു പോയിന്റ് എന്റെ അടുത്ത് ശക്തമായിട്ട് പറയാനും ഇതാണ് കറക്റ്റ് എന്ന് ഞാൻ ചിലപ്പോ പറഞ്ഞു പോകും. ചിലപ്പോ അങ്ങനെ ബയാസ് ചെയ്യിപ്പിക്കുന്നു പലരും. അല്ല, ഞാൻ പറയുന്നത് ഇത് മൊത്തം കൂടെ കേൾക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. അതായത് എനിക്കിങ്ങനെ ആക്രമിച്ചുകൊണ്ട് സംസാരിക്കാൻ അറിയില്ല. എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വെപ്രാളം വരും. അതിന്റെ ഇടയിൽ ഞാൻ പതറും. ഞാൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അബദ്ധങ്ങളായിരിക്കും. ഇത് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ദിലീപിനും സംഭവിച്ചിട്ടുണ്ടാവുക. ബാക്കിയുള്ള ആൾക്കാര് ഇങ്ങനെ അയാളാണ് കുറ്റക്കാരൻ അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്നെ ഇനി വിരല് ചൂണ്ടിയേക്കാം എന്നുള്ള ഒരു കാരണം കൊണ്ടിട്ട് അയാൾ ആകെപ്പാടെ പേടിച്ചു പോയതാണെങ്കിലോ ഇതിനകത്ത് എത്ര ആൾക്കാരെ നമുക്ക് സംശയിക്കാൻ പറ്റും? ഈ ലാലിനെ സംശയിക്കാൻ പറ്റില്ലേ? നമുക്കതിനെ വിട്ടുകളയാൻ പറ്റുമോ? എന്തുകൊണ്ട് ലാലിലേക്കും ഇത് ആ ഒരു കാര്യം? ലാലിന്റെ വാഹനമാണ് അതിജീവിതയെ പിക്ക് ചെയ്യാനായി പോയത്. ലാലിന്റെ ഡ്രൈവറാണ് വന്നത്, മാർട്ടിൻ എന്ന് പറയുന്ന ലാലിന്റെ ഡ്രൈവറാണ്. അപ്പം അവിടെ പക്ഷെ മറ്റൊരു ചോദ്യം വരുന്നില്ലേ? ഒരു കാര്യം കൂടി, ഈ മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു സുനി എന്ന് പറയുന്ന ആള്. സുനീനെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായതിന്റെ പേരില് ആര് പുറത്താക്കി? മുകേഷ് പുറത്താക്കി. ഈ മുകേഷും ലാലും അല്ലെങ്കിൽ ഇതിനകത്ത് എന്താ പറയാ സിനിമാ മേഖലയിലുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാ. ഇവര് സംസാരിക്കില്ലേ സുനിക്ക് ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നു എന്നുള്ളത്? സംസാരിക്കില്ലേ? അപ്പോ ലാലിനൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഒരു ഡ്രൈവറായിട്ട് വെക്കുന്ന ഒരാളെ അയാളുടെ ക്ലിയർ ചീട്ട് കിട്ടാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ലാലിനില്ലേ? ലാൽ എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഇപ്പൊ അതിജീവിതനെ കൂട്ടാനായിട്ട് അങ്ങനെ ഒരു വണ്ടി വിടണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ചിന്തിച്ചുകൂടെ ഇങ്ങനെ പ്രശ്നമുള്ള ഒരാളാണ് എന്നുള്ളത്? അങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്. ഈ ദിലീപിന് ഇത് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ലാലിന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നിർത്താനായിട്ട് അത്ര ബോധമില്ലാത്ത ഒരാളൊന്നും അല്ല ദിലീപ്. അത്യാവശ്യം ബുദ്ധിയും ബോധമുള്ളൊരു മനുഷ്യനാണ് ദിലീപ്.
ദിലീപിന് ചിന്തിച്ചൂടെ ഇങ്ങനെയൊക്കെ ചെയ്തു വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ക്രിമിനൽ മൈൻഡോടുകൂടി ചിന്തിച്ചത് ഞാനൊരു കാര്യം പറയട്ടെ. ഈ അതിജീവിതേനെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തിന്റെയെങ്കിലോ പേരില് അയാൾക്ക് കൊടുക്കാനായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഈ ചീപ്പ് കളി വേണമായിരുന്നോ? കൊട്ടേഷൻ. അതും ബോധമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു കൊട്ടേഷൻ കൊടുത്ത് ഇങ്ങനത്തെ ഒരു വാഹനത്തിൽ വെച്ച് പീഡിപ്പിക്കാനായിട്ടുള്ള ഒരു കൊട്ടേഷൻ കൊടുക്കേണ്ട എന്താവശ്യം ദിലീപിനുണ്ട്? അത് ഇത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും രൂപ കൊടുത്തിട്ട് ദിലീപിന് ഇത്രയും ഒരു കൊട്ടേഷൻ കൊടുക്കേണ്ട കാര്യം ദിലീപിനുണ്ടായിരുന്നോ? വേറെ എന്തൊക്കെ ചെയ്യാം? ഒരു റൂം എടുക്കണമെങ്കിൽ അങ്ങോട്ടേക്ക് എന്തെങ്കിലും ഇതാക്കിയിട്ട് അവരെത്തിക്കാം, അല്ലെങ്കിൽ ഇന്ന ഒരു സിനിമയുടെ ലൊക്കേഷനാണ് അല്ലെങ്കിൽ ഇന്ന ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെത്തിക്കാം. എത്ര പെൺകുട്ടികൾ അങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. ദിലീപിന് ഇതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. അങ്ങനെയൊക്കെയാണ് ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് ഇന്ന് വന്ന ബുദ്ധിയോ? അല്ല, അപ്പോൾ ചിത്ര പറഞ്ഞു വരുന്നത്, അതായത് പൾസർ സുനി ഇത്തരത്തിലൊരു കൃത്യം ചെയ്തു, സിനിമാ സെറ്റിലെ ഈ ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ച് അതിജീവിതയെ ഇത്തരത്തിൽ ആക്രമണത്തിന് ഇരയാക്കി, അതിനുശേഷം അതിജീവിതയെ എടുത്ത് പണം ആവശ്യപ്പെട്ടു. അതിജീവിതയിൽ പണം കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഇത് ദിലീപിന്റെ തലയിലേക്ക് ഇട്ടുകൊടുത്തേക്കാം എന്ന് കരുതി ചെയ്തതാണെന്നൊരു ദിലീപ് ഇതിനകത്ത് വെപ്രാളപ്പെട്ടു പോയിട്ടുണ്ടാവും. അതിന്റെ പേരിലായിരിക്കും ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്ന അബദ്ധങ്ങളൊക്കെ. കാരണം നമുക്ക് പറയാൻ പറ്റില്ല അത് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. എനിക്കോ കെബിനോ കാര്യങ്ങളോ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഇടയിൽ ചൂഴ്ന്നു നോക്കി. അതാണ് തീർച്ചയായിട്ടും ഇതൊരു അസാധാരണ, തികച്ചും ഇന്ത്യൻ അതിൽ കേരളത്തിലെ സംബന്ധിച്ച് നീതിന്യായ സംബന്ധിച്ച് അസാധാരണമായ ഒരു കേസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതെ, നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ ഈ കാര്യം ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളത്. ഒന്നില്ലെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ വെച്ച് സംസാരിക്കേണ്ട ഒരു കാര്യമായിരിക്കും. അതായത് അണുവിട ഇടാതെ. അല്ല, ഞാനപ്പോ എനിക്ക് എന്റെ ഒരു സംശയമാണ്. ഇപ്പം ഈ അതിജീവിത കോടതി പറഞ്ഞു ഇത് ഓപ്പൺ കോർട്ടിൽ വിചാരണ നടത്തണം. അത് ദിലീപ് സമ്മതിച്ചില്ല. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവുമായി ബന്ധപ്പെട്ട് മാറിയ കാര്യങ്ങൾ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചില്ല. അപ്പം ഇതിന് രണ്ട് സൈഡുണ്ട്. അത് എത്രയോ രണ്ട് സൈഡുണ്ട്. അപ്പൊ എല്ലാ കാര്യത്തിലും എല്ലാ കേസിലും ഒരു വാദിഭാഗവും പ്രതിഭാഗവും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിനകത്ത് ഒരു ഭാഗം എന്തായാലും തെറ്റ് ചെയ്ത ഭാഗമായിരിക്കും. ഇതിനകത്ത് എത്ര കേസുകൾ ഇതുപോലെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിളിൽ വെച്ചിട്ട് നമ്മളത് ജഡ്ജ്മെന്റിന് ഇതാക്കുന്നുണ്ട്. അവർക്ക് അറിയാം ഇത് നമ്മുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിലും അവരൊരു ഓപ്പൺ കോർട്ടിൽ വെച്ച് ചർച്ച ചെയ്യാനായിട്ടും തയ്യാറാവുന്ന എത്രയോ കേസുകളുണ്ട്. അവരുടെ നിയമഭാഗം സ്ട്രോങ് ആണെന്ന് അവര് വിചാരിച്ചു ഓക്കെ ഓപ്പൺ കോർട്ടിൽ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് വിചാരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിലും നിങ്ങൾ ദിലീപിനെ കുറ്റക്കാരനാക്കി കാണുന്നത് കൊണ്ടുള്ള പ്രശ്നം. ഞാൻ പറയുന്നത് ദിലീപ് കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ പറയുന്നുള്ളൂ. ഇപ്പൊ ഇത്രയും ഒരു 8 വർഷ കാലയളവ് ദിലീപിന് പണവും പവറും ഉണ്ടായിരുന്നെങ്കിൽ അയാൾ പോയി അന്ന് ജയിലിൽ കിടക്കേണ്ട ഒരു ഇത് വരില്ലായിരുന്നു. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് മാറ്റാമായിരുന്നു. നിങ്ങൾ പറയുന്ന പോലെ പണവും പവറിന്റെ ഹോൾഡൊക്കെ ഉപയോഗിക്കായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ. മാത്രമല്ല ഈ പണവും പവറും യൂസ് ചെയ്തിട്ട് ഈ 8 വർഷത്തോളം ഇത് ആൾക്കാർക്ക് ഇത് പൈസ കൊടുത്ത് മാറ്റാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇതൊക്കെ എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളതാണ്.